ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. ഇന്ന് ഇവിടുത്തെ ഗവർണർ അർലേക്കർ മോഹൻ ഭഗവതിന്റെ കൊട്ടേഷനുമായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. കേരളത്തിലെ മതനിരപേക്ഷതയെ തകർക്കുന്നതിന് വേണ്ടി, കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് വേണ്ടി ഗവർണർ മോഹൻ ഭഗവതിന്റെ കൊട്ടേഷനുമായി ഇവിടെ വന്നതാണെങ്കിൽ ആ കൊട്ടേഷൻ കാശ് തിരിച്ച് മോഹൻ ഭഗവതിന് കൊണ്ട് കൊടുത്തോളാം. ആ നിലയിലുള്ള ഇടപെടൽ കേരളത്തിനകത്ത് ഞങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കത്തില്ല. ശക്തമായിട്ടുള്ള പ്രതിരോധം കേരളത്തിനകത്ത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കും. ഈ പ്രതിഷേധം നടക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നൊരു ചോദ്യം ഉദിക്കുന്നു. വി.ഡി. സവർക്കറാണോ, വി.ഡി. സതീശനാണോ? രാവിലെ രാജീവ് ചന്ദ്രശേഖരനാണ് വി.ഡി. സതീശന് ഫേസ്ബുക്കിൽ ഇടാനുള്ള സ്റ്റേറ്റ്മെന്റും പോസ്റ്റും ഒരു ഡയലോഗ് ഉണ്ടല്ലോ നാടോടിക്കാറ്റില്, ചേട്ടന്റെയും എന്റെയും ശബ്ദം ഒരുപോലെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. RSS നമുക്കറിയാം, അർലേക്കർ ഗോവയിൽ നിന്ന് വന്നാണ് ഈ നിലയിൽ കാവിക്കൊടിയിൽ ദീപം കത്തിക്കുന്നതിന് വേണ്ടി വന്നത്. പക്ഷേ നമുക്ക് സതീശനുള്ള വിധേയത്വം, RSSനോടുള്ള വിധേയത്വം അറിയാം. വർഷങ്ങൾക്ക് മുമ്പേ ഗോവയിൽ നിന്ന് അർലേക്കർ വരുന്നതിനേക്കാൾ മുമ്പേ അവിടെ കാവിക്കോണകത്തിന് മുന്നിൽ മുട്ടകുത്തി നിന്ന് ദീപം കത്തിച്ച ആളാണ് വി.ഡി. സതീശൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു സംശയമൊന്നുമില്ല. കേരളത്തിനകത്തെ RSSകാരനായി, രാജീവ് ചന്ദ്രശേഖരനേക്കാൾ വലിയൊരു RSSകാരനായി, BJPക്കാരനായി വി.ഡി. സതീശൻ മാറിയിരിക്കുന്നു. പക്ഷേ കോൺഗ്രസിനകത്തുള്ള മതനിരപേക്ഷവാദികൾ ഇത് തിരിച്ചറിയുന്നുണ്ട്. നിരവധി കോൺഗ്രസുകാർ ഉൾപ്പെടെയാണ് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം